ഹലോ, ഗുഡ് മോർണിംഗ് ഗെയ്സ്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വർക്കിന് ഇറങ്ങുകയാണ്. നമ്മളെ വണ്ടി ഇന്നലെ കേക്ക് കുട്ടപ്പനാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ, രാവിലെ മഴയൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. വണ്ടി ഇന്നലെ കേക്കിങ്ങാണ്ട് ഇങ്ങോട്ട് മേലക്ക് കയറ്റിട്ടതേനു. അപ്പം ഇനി ഉള്ളും തുറക്കട്ടെ, സീറ്റും തുറക്കണം. പക്ഷെ എങ്കിൽ ഇവിടെ വേറെ എന്തോ ഒരു സംഭവം, അത് ചെറിയ ചെറിയ പ്രാണികൾ കണ്ടാവും, കുറേ ഉണ്ടല്ലോ. അതെന്താ ഇപ്പം സംഭവം? ഉള്ളത്തെ സീറ്റൊക്കെ ഒന്ന് തുടക്കട്ടെ, സീറ്റ് കൈയില്ലാണ്ടോ. ഇത് ഏതോ ഒരു ഗ്ലാസ് ഓപ്പൺ ആവുണ്ടല്ലോ, ബോണറ്റ് കൂടി കയറി വരില്ലേ പ്രാണികള്. തുടക്കട്ടെ, സീറ്റ് ഇവിടെ കണ്ടോ, ഇവിടെ അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സീറ്റും ഇവിടെ ക്ലിയർ ആയാലും പരിപാടി. നമ്മളെ വണ്ടിന്റെ സൗണ്ടൊക്കെ പോയിട്ടോ, കോൾഡ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇന്നലെ നമ്മൾ CNG അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ സിനിമക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ CNG അടിച്ചിട്ടുണ്ടായിരുന്നു. 12 കിലോമീറ്റർ ഓടി, 2 കട്ട പോയി. അപ്പോൾ ബിയിൽ 205 ഇന്നാളത്തത്, അത് 0 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഊബർ ഓണാക്കാം. ഊബർ ഓണായിട്ടുണ്ട്. ഊബറിൻ്റെ വാലറ്റിൽ കൊടുക്കാനുള്ള കൊടുത്തുകൊണു. ഇത് ഇന്നലത്തെ 49 കേട്ടോ. ഇല്ല, കേരള സവാരിക്ക് പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഒന്നൊരു അപ്ഡേഷനൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ മുമ്പോട്ട് പോയിട്ട് ചായ കുടിക്കാം. നമ്മുടെ സ്പോട്ട് മുണ്ടമ്പാലത്തിൽ നിന്ന് പോയി ചായ കുടിക്കാം. ഓക്കെ, ഇൻ്റർസിറ്റി ഓണാക്കിയിടാം. ഇൻ്റർസിറ്റി കുഴപ്പമില്ല, രാവിലെ തന്നെ അല്ലേ അല്ലേ. അപ്പോൾ ഏതായാലും പോയി ചായ കുടിക്കട്ടെ. ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കേട്ടോ, സോനിയ പുത്തൻകുരിശിലേക്കാണ്. 222 രൂപ. ചായ കുടിച്ച് അവിടെ ഇങ്ങനെ മൊബൈലിൽ കളിച്ചിരിക്കാണ്. അപ്പോഴാണ് ട്രിപ്പ് അടിച്ച്. ഇത് നമ്മളെ കങ്ങരപ്പടി തൈക്കാവ്. അപ്പോൾ പോയി പിക്കട്ടെ. നമ്മളവിടുന്ന് ഏകദേശം പോന്ന് 300 മീറ്ററും കൂടി ഉണ്ട്. ഇനി അപ്പം ഉണ്ട് റാപ്പിഡോയിൽ ട്രിപ്പ് അടിക്കണം, 199 7 കിലോമീറ്റർ. ഈ റാപ്പിഡോ എപ്പോഴും ഇങ്ങനെ, നമ്മൾ ഊബറിൽ ട്രിപ്പ് എടുത്ത് ഇറങ്ങി അപ്പം അടിക്കും. എന്തൊരു കഷ്ടമാണ് ഇത്. ആദ്യം അടിച്ചുവിടുന്ന അല്ലേ. ഇപ്പം നമ്മളേതായാലും പോയി സോണിയാനും പിക്കട്ടെ. നമ്മളെ കസ്റ്റമർ ഇതാട്ടോ, സോണിയല്ല, സോണിയൻ്റെ മകനാണ്. ഒരു സ്കൂളാണിത്, ധവൻ ഇന്റർനാഷണൽ സ്കൂള്. മറ്റേ നമ്മളെ കരിമുകൾ ആ ഭാഗത്താണ്, കരിമുകളിൽ നിന്ന് 1 കിലോമീറ്റർ. അപ്പം നമുക്ക് കിട്ടിയത് 212 രൂപ ഫസ്റ്റ് ട്രിപ്പ്. 239 40, 11 കിലോമീറ്റർ 25 മിനിറ്റ് കൊണ്ട് എത്തി. അത് അമ്മ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അമ്മ ആദ്യം സ്ക്രീൻഷോട്ട് നമ്മളെ QR കോഡിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ ചോദിച്ചു അത് ചെയ്യുമായിരിക്കും അല്ലേ. അത് എൻ്റെ ട്രിപ്പ് ആകുമ്പോൾ അവിടെ മെസ്സേജ് ഇപ്പോൾ ചെയ്തോളെന്ന് പറഞ്ഞു. ഇവൻ അറിയപ്പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചു അവരറിയോന്നൊക്കെ, വെറുതെ ഒരു മെസ്സേജ് ഇതാക്കി ഇവനോട് ചോദിച്ചു. അപ്പോൾ പറയുന്ന ഒരു നമ്പർ നോട്ട് ചെയ്തു. ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ അടിച്ചു പറഞ്ഞിട്ട് ഒരു നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ വരുമായിരിക്കും. പിന്നെ അത് അല്ലെങ്കിൽ നമുക്ക് വീടൊക്കെ അറിയാം. നമ്മളെ റൂമിൻ്റെ അടുത്ത് നിന്ന് 1 കിലോമീറ്റർ എന്തോ അപ്പുറമാണ്. അതെന്തായാലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇതിപ്പോൾ കരിമുകൾ. നമുക്കത് കഴിഞ്ഞ് വന്നപ്പോഴേ മെയിൻ റോഡൊക്കെ ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഈ ട്രിപ്പല്ല, ഇതിനു മുമ്പ് യാത്രയിൽ ട്രിപ്പ് അടിച്ചു 400 എത്ര സംതിങ്ങിന് എടുത്ത ഉടനെ ഊബറിൽ ട്രിപ്പ് അടിച്ചു 160. എന്നിട്ട് വേഗം വണ്ടി ഹോൺ അടിച്ചപ്പോൾ ഞാൻ എവിടേക്ക് ലൊക്കേഷൻ നോക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ലെഫ്റ്റ് ചെയ്യുമ്പോഴത്തേന് യാത്ര ക്യാൻസലായി. അതുകൊണ്ട് കൺഫ്യൂഷൻ കഴിഞ്ഞ് കിട്ടി. വേഗം ഊബറിൻ്റെ ആളെ പിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മറ്റേ പേയ്മെൻറ്റ് നമുക്ക് വന്നു കേട്ടോ. ആ ഒരു മാഡം നമ്മളെ വിളിച്ചു, എത്ര പേയ്മെൻറ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു 240 പറഞ്ഞു. അപ്പം എന്നോട് ഇതിൽ നോട്ടിഫിക്കേഷൻ ഒന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ആയി അങ്ങനെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല. പിന്നെ ഞാൻ ഈ QR കോഡിൽ നിങ്ങളെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണ് പറഞ്ഞു. ഇപ്പോൾ ചെയ്തേക്കാട്ടോ എന്നും പറഞ്ഞിട്ട് 240 ചെയ്തിട്ടുണ്ട്. നമ്മളെ QR കോഡിൽ ഫോൺ നമ്പർ ഉണ്ട്, അങ്ങനെ വിളിച്ചതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് നമ്പർ തന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നതായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട് 240 രൂപ. ഇപ്പോൾ ഇത് 160 രൂപയുടെ ട്രിപ്പാണ്. തൃപ്പൂണിത്തറക്ക് ആളടുത്തേക്ക് എത്താനായിക്കൊണ്ട് 270 മീറ്ററും കൂടി ഉണ്ട്. നമ്മളെ പറ്റിച്ച ഗൈസ്. ജിസ്നമോള് ഇവിടെ വന്നിട്ട് 1.5 കിലോമീറ്റർ വന്നിട്ട് പിക്ക് ചെയ്തിട്ട് ഇവിടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കണം. അരേവിടെ എന്നുള്ള മെസ്സേജ് 2 ഇട്ടു. ഒന്നും ഒതുങ്ങണില്ല. 2 ഇട്ട് കോളും ചെയ്ത്, കോൾ എടുക്കണില്ല. അപ്പോൾ ഡാറ്റ കോളില്ല, ഈ കോള് മാത്രമേ ഉള്ളൂ, നമ്പറിൻ്റെ കോള് മാത്രമേ ഉള്ളൂ. അതിക്കാണെങ്കിൽ വിളിച്ചിട്ട് ആൾ എടുക്കണമില്ല. അങ്ങനെ നമ്മളെ ജിസ്നമോള് പറ്റിച്ച് കേട്ടോ. നമ്മളെ ജിസ്നമോള് എനിക്ക് തോന്നുന്നത് വേറെ എവിടെയോ പിടിച്ച് പോയിട്ടുണ്ട്. നമ്മളെ ക്യാൻസൽ ചെയ്യാൻ്റെ ഇത് ഓപ്ഷൻ വന്നിട്ടുണ്ട്, ക്യാൻസൽ ചെയ്ത പൈസ തന്നെ. 5 സ്റ്റാറിങ് ആണല്ലോ റേറ്റിംഗ് ഒക്കെ. ജിസ്നമോള് 5 സ്റ്റാർ റേറ്റിംഗ് ആണ്.
അപ്പം നമുക്ക് റൈഡർ ഡിഡൻറ്റ് ഷോപ്പ് കൊടുക്കാം. പൈസ കിട്ടാനായില്ലേ. ഇവിടെ എറർ വന്നിക്കണ്. ചാർജിങ് വെയിറ്റ് ഫോർ ടൈം ഓക്കെ കിട്ടും. റൈഡറിനെ കാണാനില്ല ഗെയ്സ്. ക്യാൻസലായി. പൈസ കിട്ടുന്നുണ്ടാവും നമുക്ക്. ഇവിടെ ലോഡാവും. 212 ലാസ്റ്റ് ട്രിപ്പ്. ലോഡാവുന്നുണ്ടെങ്കിൽ ക്യാഷ് കൂടി ഉണ്ടാവും. 23 രൂപ വേണ്ട, കുഴപ്പമില്ല. എത്ര കിലോമീറ്റർ പോകും നമ്മൾ ചോദ്യം കാണില്ല. 1.3 കിലോമീറ്റർ എത്ര പോന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള പൈസ കിട്ടിയിട്ടുണ്ട്. 23 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ട്രിപ്പ് കിട്ടുമ്പോൾ എന്താണോ, ഇങ്ങനത്തെ ട്രിപ്പ് കിട്ടുമ്പോൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്യണ സമയമാകുമ്പോൾ അവരിങ്ങനെ വരും. നമ്മൾ കാണണം. അവർ നമ്മൾ കാണരുത്. നമ്മൾ അവരെ കണ്ടതായിട്ട് അവർക്ക് അറിയരുത്. വേഗം ക്യാൻസൽ ചെയ്തിട്ട് കുറച്ച് അപ്പുറം കൊണ്ടുപോയി നിൽക്കുക. അപ്പോൾ ആ ക്യാൻസലേഷൻ ചെയ്തിട്ട് ഇതേപോലെ പൈസയും കിട്ടും. പിന്നെ അടുത്ത വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ വീണ്ടും കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. അതെനിക്ക് തോന്നണതേ പറ്റിച്ച് പോയിക്കേക്കാരം. ഒന്നല്ലെങ്കിൽ വേറെ വണ്ടി എടുത്ത് പോയിണ്ടാവും. ആ ട്രിപ്പ് വീണ്ടും അടിക്കണ്ട കേട്ടോ. തൃപ്പൂണിത്തറ 0 കിലോമീറ്റർ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാധനം കിട്ടി. ജിസ്നമോള് വീണ്ടും അതേ ട്രിപ്പ്. അപ്പോൾ ആളെ ഹെഡ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളിവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ടാവും. തൊട്ടടുത്ത് തന്നെയാണോ ചോദിച്ചാൽ കുറച്ചുള്ളിലാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ സംഭവിച്ച് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നമുക്ക് ആ വന്നതിൻ്റെ അപ്പോൾ പിക്കപ്പിൻ്റെ ക്യാഷും കിട്ടിയപ്പോൾ. മറ്റേ പിക്കപ്പിന് ക്യാഷ് കിട്ടില്ല. ഇനിയിപ്പോൾ ആളിപ്പോൾ എവിടെ നിൽക്കുന്നത്. പിന്നെ ആളെന്താ വിളിച്ചിട്ട് എടുക്കാത്തയാവോ. ഇങ്ങോട്ട് വിളിക്കണമില്ല. വീണ്ടും ആരെയും ഇവിടെ മെസ്സേജ് ഇടാം. ഇനി അഥവാ അവർക്ക് ഡിസയർ വണ്ടി വേണ്ടേന്നാവോ. ഡിസയർ വണ്ടി വേണമെന്ന് എഴുതിയിട്ട് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ബുക്ക് ചെയ്യുക. വീണ്ടും നമ്മളെ തന്നെ കിട്ടി. നമ്മളെ വണ്ടിയിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. മര്യാദക്ക് വന്നോളി. ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോഴും ആ കസ്റ്റമർ ഇതുവരെ കാണാനില്ല. കസ്റ്റമറിനെ എവിടെയാണ് സംഭവം. ഇപ്പോൾ ഈ ട്രിപ്പിൽ നമുക്ക് ഹെഡ് കാണുന്നുണ്ട് കേട്ടോ, നീല കളറ്. ഇപ്പോഴും കോൾ ചെയ്യുമ്പോൾ അതേ അവസ്ഥ തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് സിമ്മിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ചിലപ്പോൾ കട്ടായ സിം എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവം ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഓല് ബുക്ക് ചെയ്തപ്പോൾ 240 എഴുതിക്കോ. 240 അവർ ബുക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവുക. നേരത്തെ നമുക്ക് 23 രൂപ കിട്ടിയിരിക്കണേ അല്ലേ. അതിലാറെ പിടിച്ചിട്ടുണ്ടാവും. ഒരു 40 രൂപയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതിലും ഊബർ കമ്മീഷൻ എടുക്കും. അപ്പം 40 രൂപയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഇനി ശരിക്കുള്ള റേറ്റിൽ അതുമ്പാടെ കൂട്ടിയിട്ടേക്കരം നമുക്ക് കാണിക്കുക അവരുടെ അടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അവർ പറയും എത്ര ഒന്നും ഇല്ലല്ലോ എന്ന് പറയും. അത് നോക്കി നോക്കാം അവരങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കട്ടെ. ഇനി കസ്റ്റമർ കാണണ്ടേ. ഇനിയിപ്പോൾ അടുത്ത് 23 കയറും. നമുക്ക് ഹെഡ് പോയിട്ടോ. ഇതുവരെ ഹെഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹെഡ് കാണാനില്ല. നമ്മൾ കറക്റ്റ് ലൊക്കേഷനിലുണ്ട്. നമുക്കറിയില്ലല്ലോ. ഇനിയിപ്പോൾ കൂടുതൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി എടുക്കും. പക്ഷേ എങ്കിൽ ഇതിനെ വിളിച്ചിട്ട് എടുക്കണ്ടേ. വിളിച്ചെടുത്താൽ നമുക്ക് എവിടെയെങ്കിലും കറക്റ്റ് സ്ഥലത്ത് പോകാൻ പറ്റുള്ളൂ. ചിലർക്ക് ലൊക്കേഷൻ കറക്റ്റ് കിട്ടൂല എന്നൊക്കെ പറയാം. ഓക്കെ നമുക്ക് പോവാം. പക്ഷെ എങ്കിലും വിളിച്ചാൽ എടുക്കൂല്ല. അപ്പം ഇനി ഏതായാലും നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അടുത്ത ക്യാൻസലേഷൻ ഫീ കിട്ടട്ടെ. നമ്മളെ രാവിലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പ് തന്നെ നമ്മളെ ആകെ സ്വീപ്പാക്കാണല്ലോ. അത് ഞാൻ ആ ഇറക്കത്തിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെയുള്ള ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. നമുക്കറിയില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ ലേറ്റ് ആവുന്നത്. അപ്പൊ ആദ്യം കുറെ നേരം AC ഇട്ടിരുന്നു. പിന്നെ AC ഓഫ് ചെയ്ത്, പിന്നെ വണ്ടി ഓഫ് ചെയ്ത്. അങ്ങനെയാണ് നേരത്തെ 23 കിട്ടിയത്. പിന്നെ അവിടെ തന്നെ നിന്നപ്പോൾ ഒരു സ്കൂൾ വണ്ടി വന്നു. പിന്നെ അവിടെ സ്പേസ് ഇല്ല പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ ഏതായാലും ഒരു മൂച്ചിന്റെ അടിയിൽ ഇപ്പൊ ഇവിടെ സ്പേസ് ഉണ്ട് വണ്ടിക്ക് പോവാന്. ഒരു തണലത്തോട് കൊടുന്നിട്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് 23 കിട്ടട്ടെ. ഇതിപ്പോ എന്താണ് സംഭവം. എനിക്ക് തോന്നണത് വല്ല കുട്ടികളും അറിയാണ്ട് ബുക്ക് ചെയ്തതാണോ. കാരണം നമ്മൾ ഡ്രൈവേഴ്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രിപ്പ് വീണ്ടും അടുത്ത ആളേക്ക് പോവുക ചെയ്യുക. അപ്പോൾ വീണ്ടും എനിക്ക് തന്നെ വന്നിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയാണ് സംഭവം. അവരറിഞ്ഞിട്ടുണ്ടാവൂലേ എന്താ കാരണം ജിസ്നമ്മോൾ ഇങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ 23 വാങ്ങിയാണ്ട് ഇന്ന് ഇവിടെ നിൽക്കാം. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ അടുത്ത ട്രിപ്പ് വരും. വീണ്ടും 23, വീണ്ടും 23. പിന്നെ നമുക്ക് ഇത്രയും സമയം പോവല്ലേ. ഇപ്പം ഈ സമയം കൊണ്ട് നമുക്ക് വേറെ ട്രിപ്പുകളോടെ പൈസ ആവും. ഇതിപ്പോൾ ഇനി ഇതൊന്നും പാടെ ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വേഗം ഊബർ ഓഫ് ചെയ്തിട്ട് ഒറ്റ പോക്ക്. ഇനി ഒരു വട്ടം കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പണിയാവും. എനിക്ക് തോന്നുന്നത് ഇനിയും വരും. അങ്ങനെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു 100 മീറ്റർ പോലും ഇല്ല ഹെഡ് കാണുന്ന സ്ഥലത്തേക്ക്. ഒന്ന് റോട്ടിൽ ഇറങ്ങി വന്നാലും മതിയല്ലോ. പക്ഷെ ആളങ്ങനെ ഒരു വിചാരേ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഓരോ കുട്ടികളും അറിയാണ്ട് ചെയ്തതായിരിക്കും. അപ്പോൾ ഇതുവരെ കാണില്ല കേട്ടോ. ഞാൻ മിററിലാണ് ഈ നോക്കണത്. അവിടേക്ക് കാണുന്നില്ല. ഏതായാലും ഇപ്പോൾ 30 സെക്കൻഡ് ആയിട്ടുണ്ട്. അതുമ്പാടെ കഴിഞ്ഞ് ഇതുമ്പാടെ എലിജിബിൾ ആയി കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. നമുക്കിപ്പോൾ തന്നെ ടീ ബ്രേക്ക് ഇടാം. ടീ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. റിക്വസ്റ്റ് പുഷ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തതിനു ശേഷം നേരെ ഇവിടുന്ന് വിടാം. കരിമുകളിലും വേണ്ട. കരിമുകളിൽ നിന്നാണ് എനിക്ക് ട്രിപ്പ് അടിച്ചത്. അതും കഴിഞ്ഞ് കുറച്ച് അപ്പുറം പോകണം. വേറെ ഏതെങ്കിലും വണ്ടികളൊന്ന് പെട്ടോട്ടെ ഇവിടെ. നമ്മൾ സമയം കുറേ പോയി. 8:34 പീക്ക് ടൈമാണ്. ഇപ്പോൾ 2-3 ട്രിപ്പ് ഓടിയാൽ 500-600 റുപ്യ ആവും.
അത് കസ്റ്റമർ തന്നെ ക്യാൻസൽ ചെയ്തിട്ടോ. ഇനി നമുക്ക് എന്തായാലും ട്രിപ്പ് അടിക്കൂല. ഇപ്പൊ 2 മിനിറ്റ് ആയി ക്യാൻസൽ ചെയ്തിട്ട്. ഏകദേശം ആ ഒരു സമയമായി നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള പൈസ കിട്ടുന്ന രീതി ആയപ്പോൾ കസ്റ്റമർ വേഗം ക്യാൻസൽ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമർ ഒന്ന് മെസ്സേജ് അയച്ചിട്ടോ, വേറെ അറിയൂന്ന് പറഞ്ഞാണ്ട്. പക്ഷെ നമ്മള് ഡെസ്റ്റിനേഷനിലുണ്ട്, ആളെ കണ്ടില്ല. അതുകൊണ്ട് അവരെന്നെ ക്യാൻസൽ ചെയ്തു. അതിന് 15 രൂപ നമുക്ക് കിട്ടിയത്. അപ്പൊ തന്നെ ഊബറിന് നമുക്ക് മെസ്സേജ് വന്ന്, ദയവായി നിങ്ങൾ എടുക്കുന്ന ട്രിപ്പുകൾ പൂർത്തിയാക്കുക. നമുക്ക് പൂർത്തിയാക്കാൻ താല്പര്യം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ വന്നത്. പക്ഷെങ്കിൽ ആളെ കാണാനില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെ ഇപ്പൊ അതാണ് ഊബറിന്റെ ഒരു പ്രശ്നം. ഇപ്പൊ 2 ട്രിപ്പ് ക്യാൻസൽ ആയല്ലോ. ഇനി ഒരു ട്രിപ്പും പാടെ ആയി കഴിഞ്ഞാൽ നിങ്ങളെ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ടീ ബ്രേക്ക് ഇട്ടത് നന്നായി. കാരണം ഇനിയും ട്രിപ്പ് അടിക്കും, ഇനിയും ആളെ കാണൂല. ടീ ബ്രേക്ക് ഇട്ടത് നന്നായി. അപ്പൊ ഇവിടുന്ന് വല്ല സ്ഥലം വിടട്ടെ. ഇനിയിപ്പോ പുതിയ ഊബർ ഇപ്പൊ വരും, അടുത്ത ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. ഒരു ടാക്സി നിക്കണം. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ടാക്സി വരുന്നുണ്ട്, സെലേറിയോ. അപ്പൊ ഇനി നമുക്ക് ടീ ബ്രേക്ക് ഓൺ ആക്കാം. കാരണം അവിടെ ഒരു ടാക്സി ഉണ്ട്. അപ്പൊ അടിക്കണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആ വണ്ടികൾക്ക് അടിച്ചോളും. ഇനി ആ ട്രിപ്പ് നമുക്ക് വന്നാൽ പണി പാളി. ഇനി ആ ട്രിപ്പ് വന്നു കഴിഞ്ഞാല് അവിടെ ഉള്ള വീട്ടുകൂടെയൊക്കെ കയറി ഇറക്കേണ്ടി വരും. കാരണം ഇനി ഒരു ട്രിപ്പും പാടെ കസ്റ്റമർ ഇല്ലാണ്ട് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞാൽ അത് കസ്റ്റമർ ക്യാൻസൽ ചെയ്താലും നമ്മൾ ക്യാൻസൽ ചെയ്താലും ആ ട്രിപ്പ് ഇനി അടിക്കൂലായിരിക്കും എന്ന് വിചാരിക്കാം. 3 ടാക്സികൾ അവിടെ ഉണ്ട്, അവർക്ക് കിട്ടിക്കോളൂ ആ ട്രിപ്പ്. ജിസ്നമോൾ. ഇപ്പോഴാട്ടോ നമുക്ക് ശരിക്കും പണി കിട്ടിയത്. ഒരു ട്രിപ്പ് അടിച്ചു, 11 കിലോമീറ്റർ പിക്കപ്പ്, 8 കിലോമീറ്റർ ഡ്രോപ്പ്. എന്തോരം വണ്ടികൾ ഈ കരിമുകൾ ജംഗ്ഷനിൽ. ഇത് അവിടെ ഒരു വാഗനർ കിടക്കണേ, അതും ടാക്സിയാണ്. മഞ്ഞതിൽ കാണുമെന്ന് അറിയില്ല, അതും ടാക്സിയാ. എന്നിട്ട് 11 കിലോമീറ്റർ അപ്പുറത്തേക്ക് എനിക്ക് ട്രിപ്പ് അടിച്ചേക്കുക. ഇനി എന്താന്നോ, ഇനി ഒന്ന് ക്യാൻസൽ ചെയ്യാൻ എനിക്ക് പറ്റൂലല്ലോ. അപ്പൊ കണ്ടറിഞ്ഞ് തന്നിക്കണ് ഞാൻ എവിടെ നിക്കുന്നേ, അതെവിടെ നിക്കുന്നേ. ഇതെവിടെ? കോലഞ്ചേരി പുത്തിരിക്കൻ്റെയും പൂത്തിരിക്ക, അതിന്റെ ഏകദേശം അടുത്തുനിന്നാണ്. ക്യാൻസലായി. നമ്മൾ അക്കൗണ്ട് ചിലപ്പോ പോകും, ചിലപ്പോ പോവില്ല. പോവല്ലേ, എന്താ നോക്കട്ടെ. അക്കൗണ്ട് എങ്ങനെ ഹോൾഡ് ആയാൽ കഴിഞ്ഞ്. ഹോൾഡ് ആവുകയാണെങ്കിൽ കുഴപ്പമില്ല, 15 മിനിറ്റത്തേക്ക് ഹോൾഡ് ആവുള്ളൂ. പക്ഷെ അക്കൗണ്ട് മൊത്തത്തിൽ പോയാലാണ് പണിയാവുക. എത്ര നമ്മളെ ലാസ്റ്റ് ട്രിപ്പ് എന്തായാവോ. അക്കൗണ്ട് പോവല്ലേ. എന്താ വീണ്ടും മെസ്സേജ് വന്നിട്ടുണ്ട്, അക്കൗണ്ട് ഹോൾഡ് ചെയ്തേക്കാം. പ്രിയ മുഹമ്മദ്, ട്രിപ്പ് സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ അവസാനം 3 ട്രിപ്പുകൾ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളുടെ അടുത്ത ട്രിപ്പ് പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് 15 മിനിറ്റിന് ഹോൾഡ് ചെയ്യും. അത് കുഴപ്പമില്ല, 15 മിനിറ്റ് അല്ലേ. നമ്മളൊന്ന് ഓടും, റാപ്പിഡോ യാത്ര എടുത്താണ് ഓടും. നമുക്ക് അതിൽ വലിയ പേടിയൊന്നുമില്ല. 15 മിനിറ്റ് കൊണ്ട് കുഴപ്പമില്ല, അത് നാളെ നമ്മൾ ഹോൾഡ് ചെയ്തതാ. പക്ഷേ ഇത് നമ്മളൊരു കുറ്റക്കാരനും അല്ല. 2 വട്ടം ആളെ പിക്ക് ചെയ്യാൻ പോയി, ആളെ കാണാത്തോണ്ടാണ് നമുക്കാണ് പ്രശ്നം കിട്ടുന്നത്. ഈ ജിസ്നമോൾക്ക് നമ്മളോട് വല്ല വൈരാഗ്യം ഉണ്ടോ? സീനാണ്. 11 കിലോമീറ്ററിൽ പിക്കപ്പ് നിൽക്കുക. ഇനിയിപ്പോ ഊബർ അങ്ങനെ ചിലപ്പോൾ തരുള്ളൂ. കാരണം എനിക്ക് എന്തായാലും എടുത്ത് ഓടേണ്ടി വരും. അതുകൊണ്ട് എത്ര കിലോമീറ്റർ എടുത്താലും ഓടുന്നേരം ഓരോ വിചാരം. അങ്ങനെ ഇപ്പൊ നമ്മള് നഷ്ടത്തിൽ ഓടാൻ തീരുമാനിച്ചിട്ടില്ല. 11 കിലോമീറ്റർ പിക്കപ്പ്, 8 കിലോമീറ്റർ ഡ്രോപ്പ് പോയി. യാടാ. അങ്ങനെ നമ്മളെ രക്ഷകന് എത്തിയിട്ടുണ്ട്. രക്ഷകൻ എന്ന് പറയാനായിട്ടില്ല, സുജിത്താണ്. കാക്കനാട് കണ്ട് ഇൻഫോ പാർക്കിലേക്ക് 1 കിലോമീറ്റർ പിക്കപ്പും 3 കിലോമീറ്റർ ഡ്രോപ്പും. ആളെ പോയിട്ട് വേഗം പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്താൽ പരിപാടി കഴിയും. അതെന്തിപ്പോ ഈ ടാക്സിക്ക് കിട്ടുന്നതിനാവോ? ഇതിൽ ആളില്ലേ? KL69 അതിൽ ആളില്ലോ. എനിക്ക് തോന്നണതേ വർക്ക് തുടങ്ങിയിട്ടുണ്ടാവില്ലേക്കാരം, അതേക്കാരം നമുക്ക് അടിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് ജീവല്ലാത്ത ഊബറാണ്. അപ്പൊ ഏതായാലും ഇതോ സുജിത്ത് നമ്മളെ രക്ഷപ്പെടുത്തുന്ന എനിക്ക് തോന്നണേ. അത് ഇൻഫോ പാർക്കിലേക്കായിരിക്കും. കാക്കനാട് മാത്രമേ കണ്ടുള്ളൂ 3 കിലോമീറ്റർ. അതാണ് ഡ്രോപ്പ് ചെയ്താല് ഇപ്പൊ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടു. വീണ്ടും 3 ട്രിപ്പ് കഴിഞ്ഞാലേ ഹോൾഡ് ചെയ്യുള്ളൂ. പിന്നെ അപ്പൊ തും ക്യാൻസൽ मेरा कैंसिल नहीं है, मेरा अकाउंट में प्रॉब्लम कैंसिल हो नहीं रहा है. आप एक काम करेंगे बनो. मैं इधर में लोकेशन में आ रहा है बड़े. नहीं ठीक है, यहाँ से थोड़ा सा ही नजदीक है. ये VTH लेडीज होम है ना. हेलो हेलो, VTH लेडीज होम मालूम है? VTH लेडीज होम मालूम. लोकेशन करेक्ट है? नहीं लोकेशन करेक्ट नहीं है, लोकेशन गलत हो गया है, इसलिए मैं फोन किया आपको. क्या भाई ഇത് ലൊക്കേഷൻ കറക്റ്റ് കൊടുക്കണ്ടേ? हेलो हेलो ഹലോ, हाँ बोलो. എന്താണ് അവരിങ്ങോട്ട് വിളിച്ചത്? എന്ത് ക്യാൻസൽ ചെയ്യാൻ പറയുന്നത്?
അല്ല ഞാനല്ല, അവരെ ക്യാൻസൽ ചെയ്യാൻ പറയണേ. എന്ത് സംഭവം എനിക്കറിയില്ല. ക്യാൻസൽ ചെയ്യാൻ പറയുന്നുണ്ടോ? ഇപ്പൊ എവിടെയുള്ളത്? ഞാനിപ്പോ ആർത്തിക്കര. ഈ പള്ളിക്കരയില്ലേ, പള്ളിക്കര. നിങ്ങൾ പാർത്തിക്കര നേരെ പള്ളിക്കര ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മളെ ദേവീ ക്ഷേത്രമില്ലേ? എന്നാലേ അതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ലൊക്കേഷൻ പിക്കപ്പ്. എനിക്ക് ലൊക്കേഷൻ കിട്ടൂല. അത് നിങ്ങള് ലൊക്കേഷൻ ഒന്ന് വാട്സാപ്പിൽ അയച്ചു തരുമോ? ലൊക്കേഷൻ വാട്സാപ്പിൽ ഇനി എനിക്കൊന്നും പറയാനില്ല. തീരുമാനമായിക്കോണം. സുജിത്തും നമ്മളെ പറ്റിച്ചു. നമ്മളെല്ലാരും പറ്റിക്കാണ്. സുജിത്ത് വാട്സാപ്പിൽ ഞാൻ ലൊക്കേഷൻ പോടാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 1.5-2 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് പോയി എടുക്കാം. വെറുതെ നിന്നെ അക്കൗണ്ട് കളയണേ. ഓലക്ക ഈ ഭാഗത്തേക്ക് വന്നിട്ട് ആദ്യം അഡ്ജസ്റ്റിന്റെ മുകളിൽ തല്ലണം നമുക്ക്. ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ടാവട്ടെ. ബായ് സീന് ബായ് എല്ലാരും സീന. 1.2 കിലോമീറ്റർ കേട്ടോ. കുഴപ്പമില്ല, വേഗം പോയി പിക്ക് ചെയ്യട്ടെ. ഓരോ അമുക്കാള് ഇതാട്ടോ നമ്മളെ കസ്റ്റമർ. എല്ലാ കവറ് പിടിച്ച് പോകുന്ന ആൾക്ക് മലയാളം അറിയും. ആളാണ് ലാസ്റ്റ്. ഇതിനുള്ളിലെ തേനീച്ച കുടുങ്ങിയല്ലോ കുത്തിയ. ഇതേ ഞാൻ ഇങ്ങനെ കരുതിന് ബ്രഹ്മപുരാണ് ഇത് ഡ്രോപ്പ് ഉള്ളത്. ബ്രഹ്മപുരം ഈ വേസ്റ്റ് കത്തിക്കണ സ്ഥലമാണല്ലോ. വേസ്റ്റ് കത്തിക്കല്ല, മറ്റേ നാള് കത്തിയിട്ട് കൊച്ചി മൊത്തം പുകഞ്ഞല്ലോ. ഈ കാണുന്നത് മുഴുവൻ വേസ്റ്റ് ആട്ടോ. ഇത് നല്ല കുന്നുകൂടി കിടക്കണം. ഇതിപ്പോ മൊബൈലിൽ എടുക്കുമ്പോ എത്ര കിട്ടും എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ അവിടെ ഒരു വൈറ്റ് സാധനം കാണുന്നത് അത് വേസ്റ്റ് ആണോ എന്താണോ എനിക്കറിയില്ല. അങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ട് അവിടെ. ഇതെന്തായാലും വേസ്റ്റാണ്. ഈ കിടക്കുന്നത് വേസ്റ്റാണ്. ഇവിടുന്നാണ് നാളെ കത്തിയിട്ട് കൊച്ചി മുഴുവൻ പുകഞ്ഞത്. അത്രയ്ക്ക് വേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ആവൂല വേസ്റ്റ്. ഇതിലാറെ വേണമല്ലോ. വേറെ എവിടെയൊക്കെ കുന്നുകൂടി കിടക്കണ്ടാവും. ഒന്നാണ് ഇപ്പൊ ഇതിനുള്ളിലേക്ക് എൻട്രി കിട്ടിയത്. ഇവരുണ്ടാവുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പക്ഷെ അവിടെ സെക്യൂരിറ്റിക്കാരൊന്നും ഇല്ല കേട്ടോ. ഇതിന്റെ ബാക്കി ബാലൻസ് ഒക്കെ എവിടെ നിന്നാവും. അത്രേ ഉള്ളത്. ഇതിങ്ങനെ കുഴി കുത്തിയാണ്ട് മണ്ണിന്റെ അടിയൊക്കെ ആക്കാൻ തോന്നുന്നുണ്ടല്ലേ വേസ്റ്റ്. അവിടെ കണ്ടോ JCB ഉണ്ട്. അതിന്റെ മേലെ JCB ഉണ്ട്. ഇപ്പൊ ഒരു JCB ഞാൻ വന്നപ്പോ ഉണ്ട് ആകെ അഴുക്കായിങ്ങാണ്ട് ഇങ്ങനെ കേറി വരുന്ന ആൾക്ക്. ഏതാ മറ്റേ അവളെ സെപ്റ്റിക് ടാങ്കിലൊക്കെ ഇറങ്ങിയ പോലെ ഉണ്ട് ആകെ. അതിന്റെ മേലൊക്കെ എന്ത് സംഭവം എന്നാവോ. വേറെയും കുറെ സ്ഥലങ്ങൾ ഉണ്ടാവുമായിരിക്കും ചിലപ്പോ. ഇത്ര ദിവസം കഴിഞ്ഞ വേസ്റ്റ് ഇവിടെ, പിന്നത്തെ വേസ്റ്റ് ഇവിടെ, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോ. എന്തായാലും ഇവിടുന്ന് പോട്ടെ. ഇവിടെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ആ കാണുന്ന മുഴുവൻ വേസ്റ്റാണ്. സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ല. ഏതായാലും ഭാഗ്യത്തിന് ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. അയാളെ ആ മലയാളത്തിലുള്ള ആളുണ്ടല്ലോ, ആള് വണ്ടി കയറിയിട്ട് പറയണേ ലൊക്കേഷൻ വഴി മാറിപ്പോയോ. അപ്പൊ ഞാൻ പറഞ്ഞു വഴി മാറിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് മാറിപ്പോയതല്ല. വഴി മാറിയിട്ടാലേ അത് കറക്റ്റ് ലൊക്കേഷൻ കിട്ടിയില്ലട്ടാന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് എടുക്കട്ടെ. നല്ല സർജ് കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ സർജ് ഉണ്ട്. നമുക്ക് ഒന്നും കിട്ടിയില്ല. നമുക്ക് ആകെ ഒരു ജിസ്നമോളും കിട്ടി. ഇപ്പോഴുള്ള ഈ ഇവനും കിട്ടി, മറ്റേ സുജിത്തോ. ആകെ വള്ളികള്. ഇതിന് നമുക്ക് കിട്ടിയ ക്യാഷ് 119 രൂപ. 4.77 കിലോമീറ്റർ. അയ്യോ, ഇത്ര ഉള്ളു നമുക്ക്. വളരെ നഷ്ടമാണല്ലോ അല്ലേ. 4.77 കിലോമീറ്റർ. അതും പിക്ക് ചെയ്യാൻ തന്നെ പോയിക്കണം 1-2 കിലോമീറ്റർ. അതങ്ങനെ പോട്ടെ. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി 370 മാത്രം. ഇവിടെയൊക്കെ പണി നടക്കാട്ടോ. ഞാൻ ദേ കൂടിയാണ് കേറി പോകുന്നത്. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ടയറിൽ കാറ്റ് പോയിക്കണമെങ്കിൽ അറിയാം വല്ല ആണിയും കുത്തി കേറിക്കണോന്ന്. കാരണം ഫുള്ള് പണി എടുക്കണതിന്റെ പലകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണിയൊക്കെ ഉണ്ടാവും. മണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലാസ് തുറന്ന് അവിടെ JCB കണ്ടു പറഞ്ഞില്ലേ. അപ്പൊ അവിടെ ഒരു ഷട്ടർ ഉണ്ട്. ആ ഷട്ടറിന്റെ അടിയിൽ 2 JCB ഉണ്ട്. അവര് നല്ല പണിയിലാ. മറിച്ചിടുന്നുണ്ട് വേസ്റ്റാളൊക്കെ. ഇങ്ങനെ കോരി മറിച്ചിടണം. ഇവിടെ കണ്ടൊരു തേനീച്ച വന്നിക്കണ്. അതിന്റെ രണ ഇതിന്റെ അകത്തുണ്ട്. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത് ഇവിടെ നിക്കണേന്ന് തോന്നുന്നു കേട്ടോ. അതിന്റെ രണ ഇവിടെ ഇവിടേക്ക് പാറിക്കളിച്ചു. ഞാൻ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് ആത്തിയത്. അപ്പോഴാണ് സ്മെല്ല് കയറിയിട്ടുണ്ട്. ഈ ബ്ലോക്ക് ഉണ്ടോ, അത് ഞാൻ പോയപ്പോഴുള്ള ബ്ലോക്കാ. ഞാൻ കഴിഞ്ഞ് മാറിയിട്ടുണ്ടാവും. വെറുതെ അല്ല സർജ്. അപ്പൊ ബ്ലോക്ക് ഉണ്ടായിട്ടാണ് അപ്പൊ സർജ് ഉള്ളത്. ഇതെപ്പോ വന്നൊരു ട്രിപ്പ് ഉണ്ടല്ലോ, 3.6 പിക്കപ്പും 3 കിലോമീറ്റർ ഡ്രോപ്പും 160 രൂപ റാപ്പിഡോയില്. അപ്പൊ ഒരു വട്ടം വന്ന് പോയതാട്ടോ. ഈ ബ്ലോക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എടുത്തു കഴിഞ്ഞിട്ട് എന്തിനാ. അത് എവിടുന്ന അറിയോ, ഇവിടെ ഈ ബ്ലോക്കിന്റെ ഈ വളവിൽ നിന്ന് റൈറ്റിക്ക് പോയ ഇൻഫോ പാർക്ക് ഫേസ് 2 ആണ്. അവിടേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. പിക്കപ്പ് അടച്ചിറന്നു. ഈ ബ്ലോക്ക് മുഴുവൻ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വീണ്ടും വരണം. ഒരു 160 രൂപ. ഏതായാലും ഞാൻ എടുത്തിട്ടില്ല. ഇവിടുന്ന് ഫേസ് 2 എടുത്തിട്ട് ഇടച്ചിറക്കാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഒരു രസം ഉണ്ടായിന്. കാരണം ബ്ലോക്ക് കൂടി ഒരു വട്ടം പോയാൽ മതി. മറ്റേത് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് വീണ്ടും ഈ ബ്ലോക്കിൽ പോകണം. ഇതിപ്പോ ഏകദേശം ഈ ബ്ലോക്ക് ഇതുണ്ടോ, കരിങ്ങാച്ചിറല്ല, മറ്റേ ഇവിടെ എത്തിയിട്ടുണ്ടാവും. കരിമുകൾ എന്തായാലും ഷുവറായിട്ട് എത്തിയിട്ടുണ്ടാവും ഈ ഒരു ബ്ലോക്ക്. ഇതിപ്പോ എവിടെയാണ് ഇതിന്റെ ഉത്ഭവം എന്ന് കണ്ടുപിടിക്കാൻ പറ്റണില്ല. ഇന്ന് ഇവിടെയും സർജ് വന്നുകൊണ്ട്. ഇതുവരെ എരൂര് മാത്രമേ സർജ് ഉണ്ടായിരുന്നുള്ളൂ.
ഇവിടെ കാക്കനാട് സർജ് കാണിക്കുന്നുണ്ട്. എനിക്കൊന്നെ മൊത്തത്തിൽ ബ്ലോക്ക് ആയതുകൊണ്ടായിരിക്കും ഈ സർജ് വന്നിട്ടുണ്ടാവുക. എന്തായാലും കണ്ടറിയാതെ അവിടെ എത്തട്ടെ. ഇപ്പൊ നമുക്ക് പുതിയ ന്യൂസ് പ്രകാരം കിട്ടിയത്, ന്യൂസ് എന്ന് പറയുമ്പോ നമ്മളെ ഫ്രണ്ട്സിന്റെ ന്യൂസ് ആട്ടോ, എല്ലായിടത്തും നല്ല ബ്ലോക്ക് ആണെന്ന് പറയണേക്കുണ്ട്. അതുകൊണ്ടാണ് ഈ സർജ്. അപ്പൊ നമ്മൾ ഈ സെസ്സിന്റെ അവിടുത്തെ, സെസ് അല്ല നമ്മളെ ഇൻഫോ പാർക്ക് ഫേസ് 2ന്റെ അവിടുത്തെ പാലം കഴിഞ്ഞ് ഇപ്പറം എത്തുമ്പത്തിന് നമുക്കൊരു ട്രിപ്പ് അടിച്ചു. സന്തോഷ് ഇതുണ്ടോ നേരെ ബേക്കോട്ട് ആ നിന്ന വരികളൊക്കെ വെറുതെ. അത്രയും ബ്ലോക്ക് വീണ്ടും പോണം പിക്ക് ചെയ്യാന്. അപ്പൊ ഞാനത് തൽക്കാലം പോണില്ല. ഈ ട്രിപ്പ് ഇപ്പൊ ക്യാൻസൽ ആവും. അപ്പത്തിന് നമ്മൾ ടീ ബ്രേക്കിൽ ഇട്ടിട്ട് ഇവിടെ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടുന്ന് മാപ്പ് നോക്കട്ടെ, ഇവിടെ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയെന്ന് നോക്കി നോക്കട്ടെ. ഈ ഭാഗത്തേക്ക്, ആ ഭാഗത്തേക്ക് നല്ല ബ്ലോക്കാണ്. അപ്പൊ ഈ ഭാഗത്തേക്ക് ബ്ലോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഊബർ ഓണാക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കാം നമുക്ക്. ഏതായാലും നമ്മൾ വേറെ ജിസ്നമോളും ശുചിത്തൊക്കെ പറ്റിച്ചു. അപ്പൊ ഇനി അതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി ഇവിടെ വിശ്രമിക്കാം നമുക്ക്. ഹലോ, അപ്പൊ അങ്ങനെ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തി. 8:51 ആയിട്ടുണ്ട് സമയം. നമ്മള് പിന്നെ അതിന് ശേഷം ഓടിയിട്ടൊന്നും ഇല്ല. അതിനുശേഷം നമുക്കൊരു, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയി. നമുക്ക് ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ നമുക്ക് അതിന്റെ മൂഡ് പോയി, ഓടാനുള്ള മൂഡ് പോയി. അപ്പൊ നമ്മളെ സൗത്ത് KSRTC നമ്മളെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓണാക്കി പോയായിരുന്നു. നമുക്ക് ട്രിപ്പ് അടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഓണാക്കി ഇങ്ങനെ പോയി. പാലാരോട്ടെത്തിയപ്പോ നമുക്കൊരു നെട്ടൂർക്ക് ട്രിപ്പ് അടിച്ചു. നെട്ടൂർ ഡ്രോപ്പ് ചെയ്ത ഉടനെ നമുക്ക് വൈറ്റിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചു. അങ്ങനെ 2 ട്രിപ്പ് അതിന് ശേഷം അടിച്ചു. 699 രൂപക്കാണ് ഇന്ന് നമ്മൾ ഏൺ ചെയ്തത്, 4 ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓണാക്കിയാണ്ട് നേരെ സൗത്ത് പോയി. അപ്പൊ അടിച്ചില്ല, പിന്നെ നമ്മൾ ഓഫ് ചെയ്ത്. ഇപ്പൊ സമയം 8:52 ആയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. പിന്നെ രാവിലെ അങ്ങനെ അത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് നമ്മളൊരു മൂഡ് പോയി, ഇന്നത്തെ മൂഡ് പോയി. അപ്പൊ എന്തായാലും നാളെ നമുക്ക് അടിപൊളിയായിട്ട് ഓടിയിട്ട് ഏൺ ചെയ്തിട്ട് കാണാം.